ഹൈ ഗേസ് വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഒരു അടിപൊളി ഇൻട്രാഡേ സ്ട്രാറ്റജിയാണ്. സോ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ട്രേഡിംഗ് സെറ്റപ്പ് ഇല്ലെങ്കിൽ, നിങ്ങൾ ബ്ലൈൻഡായിട്ട് ട്രേഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു സ്വന്തമായിട്ടൊരു ട്രേഡിംഗ് സെറ്റപ്പ്, ഒരു ഹൈ പ്രോബബിലിറ്റി സെറ്റപ്പ് ക്രിയേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരാളാണെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണാൻ വേണ്ടി ശ്രമിക്കാം. ആൻഡ് ഓൾസോ വീഡിയോ കാണുന്നതിനൊപ്പം നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ടുകൾ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാനും നോട്ട് ചെയ്തെടുക്കാനും വേണ്ടി ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. 2 candle സ്ട്രാറ്റജി. ഓക്കെ, സോ നമുക്ക് ആദ്യം എന്താണ് ഇതിൻ്റെ കൺസെപ്റ്റ് എന്ന് വളരെ ഇൻട്രൊഡക്ഷൻ ആയിട്ട് നമുക്ക് നോക്കാം. അണ്ടർസ്റ്റാൻഡിങ് ദ കൺസെപ്റ്റ്. ഓക്കെ, സോ വാട്ട് ഈസ് 2 candle പാറ്റേൺ? അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജിയുടെ പേര് തന്നെ 2 candle സെറ്റപ്പ് എന്നാണ്. അപ്പോൾ നമ്മൾ എന്താണ് 2 candle പാറ്റേൺ എന്ന് നമുക്ക് നോക്കാം. So the 2 candle setup is a powerful trading strategy that involves identifying 2 consecutive candles on a price chart. The first candle can be either green or red. The second candle must be the opposite color. This pattern signifies a potential breakout and reversal in the market, providing traders with a clear entry signal. So 2 candle strategy അല്ലെങ്കിൽ 2 candle pattern എന്ന് പറയുവാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു സ്ട്രാറ്റജി നമ്മൾ ചാർട്ടിൽ 2 candle pattern ഐഡൻറ്റിഫൈ ചെയ്തിട്ട്, 2 candle pattern എന്ന് പറയുവാണെങ്കിൽ ഫസ്റ്റ് ക്യാൻഡിൽ ഒരു ഗ്രീൻ കളർ ആണെങ്കിൽ നെക്സ്റ്റ് വരുന്ന അടുത്ത ക്യാൻഡിൽ, തൊട്ടടുത്ത ക്യാൻഡിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കളർ റെഡ് കളർ ആയിട്ടുള്ളൊരു ക്യാൻഡിൽ. അങ്ങനെയാണെങ്കിൽ നമ്മളിതിനെ 2 candle പാറ്റേൺ എന്ന് പറയുന്നു. ഓക്കെ, സോ ഈ ഒരു പാറ്റേൺ നമുക്ക് മാർക്കറ്റിൽ റിവേഴ്സലും അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ബ്രേക്ക്ഔട്ടും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ ഞാൻ ഇങ്ങനെ പറയുന്ന സമയത്ത് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. നമുക്കൊരു ഇമേജ് എടുത്തിട്ട് ഞാനത് പറയാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഇമേജിൽ കാണാൻ പറ്റും. ഇതാണ് 2 candle പാറ്റേൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് പറയുവാണെങ്കിൽ അടുത്തടുത്തായിരിക്കണം ഈ 2 candle ഫോർമേഷൻ നടക്കുന്നത്. 2 consecutive candle ആയിരിക്കണം ഫോർമേഷൻ ഉണ്ടായിരിക്കേണ്ടത്. ദെൻ ഇതിൻ്റെ ബോഡീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ പവർഫുൾ ആയിട്ടുള്ള ബോഡീസ് ആയിരിക്കണം. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഇതൊരു ഗ്രീൻ കളറിൻ്റെ ബോഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു ബോഡിയാണ്. സെയിം ടൈം റെഡ് ക്യാൻഡലിൻ്റെ ഫോർമേഷനും അല്ലെങ്കിൽ അതിൻ്റെ ബോഡിയും വളരെ സ്ട്രോങ് ആണ്. ദെൻ ഇതിൻ്റെ മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ക്യാൻ ബി എയ്തർ ഗ്രീൻ ഓർ റെഡ്. ആദ്യത്തെ ക്യാൻഡിൽ ചിലപ്പം റെഡ് ആയാലും ശരി, ഗ്രീൻ ആണെങ്കിലും ശരി, ബട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് കളർ ആയിരിക്കണം സെക്കൻഡ് ക്യാൻഡിൽ. ഓക്കെ, ആദ്യത്തെ ക്യാൻഡിൽ ഗ്രീൻ ആണെങ്കിൽ നെക്സ്റ്റ് ക്യാൻഡിൽ റെഡ് ആയിരിക്കണം. ആൻഡ് ആദ്യത്തെ ക്യാൻഡിൽ റെഡ് ആണെങ്കിൽ നെക്സ്റ്റ് ക്യാൻഡിൽ ഗ്രീൻ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇതൊരു സ്ട്രോങ് ആയിട്ടുള്ള 2 candle പാറ്റേൺ എന്ന് നമുക്ക് പറയാം. റൈറ്റ്, ഇതാണ് 2 candle പാറ്റേൺ. ഇത് യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ ട്രേഡിംഗ് സെറ്റപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഓൾസോ നമ്മൾ ഡെഫിനറ്റ്ലി ഏത് സ്ട്രാറ്റജി പഠിക്കുന്ന സമയത്ത് അതൊരു ലോജിക്കലായിട്ടുള്ള ഒരു സെറ്റപ്പ് ആയിരിക്കണം. നമുക്ക് ഇതിൻ്റെ ലോജിക്ക് ഒന്ന് നോക്കാം. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ ഇതൊരു ഗ്രീൻ ക്യാൻഡിലാണ് അല്ലേ. അപ്പോൾ നമുക്കറിയാം ഇവിടെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത്. ദെൻ മാർക്കറ്റ് ഒന്ന് ഡൗൺ സൈഡിലോട്ട് പോയിട്ട് ഇവിടെ ഒരു ലോ പോയിന്റ് ക്രിയേറ്റ് ചെയ്തു. ദെൻ കണ്ടിന്യൂസ്ലി അപ്പ് സൈഡിലോട്ട് ഒരു മൂവ്മെൻറ്റ് നടത്തി. റൈറ്റ്, അപ്പോൾ അപ്പ് സൈഡിലോട്ട് മൂവ്മെൻറ്റ് നടത്തുക എന്ന് മീൻസ് നമുക്ക് പറയാൻ പറ്റും ഈ ഒരു ക്യാൻഡലിൽ ബയേഴ്സ് ആണ് കൺട്രോൾ ചെയ്തിരിക്കുന്നത് അല്ലേ. ഈ ഒരു ക്യാൻഡലിൽ ബയേഴ്സ് ആണ്, ബയേഴ്സ് ഉള്ളത് കൊണ്ടാണല്ലോ മാർക്കറ്റ് മുകളിലോട്ട് പോയത് അല്ലേ. അപ്പം ഈ ഒരു പോയിന്റാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ക്ലോസിങ് പോയിന്റ് വരെ ബയേഴ്സ് ഇൻട്രസ്റ്റ് ആണെന്ന് നമുക്ക് പറയാം. ഈ ഒരു ഫുൾ ക്യാൻഡിൽ കൺട്രോൾ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു ടൈം ഫ്രെയിം കൺട്രോൾ ചെയ്തിരിക്കുന്നത് ബയറാണ്. ബട്ട് നെക്സ്റ്റ് ക്യാൻഡിൽ ഫോർമേഷൻ മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് താഴെയാണ്. ദാറ്റ് മീൻസ് എന്താണ്, ഈ ഒരു ക്യാൻഡിൽ ആദ്യത്തെ ക്യാൻഡിലിനെ ഉണ്ടായ ബയേഴ്സിനെയൊക്കെ ഡോമിനേറ്റ് ചെയ്ത് അല്ലെങ്കിൽ സെല്ലേഴ്സ് കൺട്രോൾ വന്നു എന്ന് പറയാം. സെല്ലേഴ്സ് കൺട്രോൾ ചെയ്തു എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ആക്ച്വലി ഈ 2 candle ഫോർമേഷൻ സൂചിപ്പിക്കുന്നത് ബയേഴ്സും സെല്ലേഴ്സും തമ്മിലുള്ള ഒരു ഫൈറ്റ് ആണ്, ഒരു വാറാണ് സൂചിപ്പിക്കുന്നത്. ഇതാണ് 2 candle പാറ്റേണിൻ്റെ ലോജിക്ക്. റൈറ്റ്, ഇതാണ് 2 candle പാറ്റേണിൻ്റെ ലോജിക്ക്, ബയേഴ്സും സെല്ലേഴ്സും തമ്മിലുള്ള ഫൈറ്റ്. ഓക്കെ, ഇനി ഈ ഒരു ഫൈറ്റിൽ ആരാണോ വിൻ ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടാണ് നമ്മളുടെ ട്രേഡിംഗ് സെറ്റപ്പ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം എന്തൊക്കെയാണ് കണ്ടീഷൻസ് എന്ന് നമുക്ക് നോക്കാം. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കിത് ചാർട്ടിൽ കുറച്ച് എക്സാമ്പിൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് 2 candle. അപ്പോൾ ഇത് ഞാനൊരു ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ട് ഇവിടെ എടുത്തിട്ടുണ്ട്. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതൊരു 2 candle സെറ്റപ്പാണ്. കാരണം എന്താണ്, ആദ്യം ഒരു ഫോർമേഷൻ നടത്തിയിരിക്കുന്നത് ഒരു റെഡ് ക്യാൻഡിലാണ്, നിങ്ങൾക്ക് ഇവിടെ കാണാം. ദെൻ തൊട്ടടുത്ത് തന്നെ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോർമേഷൻ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ബോഡി നോക്കുവാണെങ്കിൽ വളരെ പവർഫുൾ ആയിട്ടുള്ള ബോഡീസാണ് അവിടെ നിന്നിരിക്കുന്നത്. അപ്പോൾ അതെന്താണ്, അത് 2 candle പാറ്റേൺ ആണ്. 2 candle പാറ്റേൺ മീൻസ് അവിടെ നല്ല രീതിയിലൊരു ഫൈറ്റിംഗ് നടന്നിട്ടുണ്ടെന്ന് പറയാം. ദെൻ ഇവിടെ നമുക്ക് കാണാം, ഇവിടെ ഈ ഒരു എക്സാമ്പിൾ ആദ്യം ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോർമേഷൻ നടന്നു, നെക്സ്റ്റ് ഒരു റെഡ് ക്യാൻഡിൽ ഫോർമേഷൻ കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ 2 candle ഐഡൻറ്റിഫൈ ചെയ്യുന്ന സമയത്ത് 2 candle നമ്മൾ ബോഡീസിൻ്റെ ആ ഒരു സ്ട്രെങ്ത് മാത്രം നോക്കിയാൽ മതി. ചിലപ്പം ആദ്യത്തെ ക്യാൻഡിലിനെക്കാട്ടിയും കുറച്ച് ചെറുതായിരിക്കും
നെക്സ്റ്റ് ബോഡി. ബട്ട് സ്റ്റിൽ അതൊരു 2 ക്യാൻഡിൽ പാറ്റേൺ ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യാം. വളരെ ഈ ഒരു പാറ്റേൺ, അതായത് ഈ ഡോജി ക്യാൻഡിലൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്തിട്ട് അത്യാവശ്യം ബോഡിയുടെ ലെങ്ത് ഉള്ള പാറ്റേണൊക്കെ നമുക്ക് ഇതൊരു 2 ക്യാൻഡിൽ പാറ്റേൺ ആയിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, സോ ഇവിടെ നമുക്ക് കാണാം ഇതൊരു ക്ലീൻ ആയിട്ടുള്ള ഒരു 2 ക്യാൻഡിൽ പാറ്റേൺ ആണ്. ആദ്യം ഒരു റെഡ് ക്യാൻഡിൽ, ദെൻ ഫോളോ അപ്പ് ചെയ്തൊരു ഗ്രീൻ ക്യാൻഡിൽ ഫോർമേഷൻ. അപ്പോൾ എന്താണ്, ബോഡിയും സ്ട്രോങ് ആണ്, കളറും ഓക്കെയാണ്. അപ്പോൾ ഇതൊരു 2 ക്യാൻഡിൽ പാറ്റേൺ ആയിട്ട് എടുക്കാം. ഇവിടെയും നമുക്ക് കാണാം വളരെ ചെറിയ ബോഡി ആണെങ്കിലും ബട്ട് നെക്സ്റ്റ് ക്യാൻഡിൽ നോക്കുവാണെങ്കിൽ രണ്ടും ഓൾമോസ്റ്റ് ഈക്വൽ ആണ്, ബട്ട് സ്റ്റിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ബോഡിയാണ്. അപ്പോൾ അതെന്താണ്, അതൊരു 2 ക്യാൻഡിൽ പാറ്റേൺ ആയിട്ട് എടുക്കാം. ഇവിടെയും കാണാം ആദ്യം ഒരു റെഡ് ക്യാൻഡിൽ, ദെൻ ഫോളോ അപ്പ് ചെയ്തൊരു ഗ്രീൻ ക്യാൻഡിൽ. ഓക്കെ, അപ്പോൾ ഇതാണ് 2 ക്യാൻഡിൽ പാറ്റേൺ. ഇങ്ങനെയാണ് നമ്മൾ ചാർട്ടിൽ ഐഡൻറ്റിഫൈ ചെയ്യുക. ഓക്കെ, ഇനി നമുക്കിത് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ട്രേഡുകളും എന്തൊക്കെ സെറ്റിങ്സ് ആണ് നമ്മൾ നോക്കേണ്ടത് നോക്കാം. ആദ്യം നമ്മൾ നമ്മുടെ ചാർട്ട് ഒന്ന് സെറ്റ് ചെയ്യുക. ചാർട്ടിൽ നമ്മുടെ ടൈം ഫ്രെയിം അല്ലേ, ടൈം ഫ്രെയിം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻട്രാഡേ ആണ് ചെയ്യുന്നതെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ടൈം ഫ്രെയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 മിനിറ്റ് ആണ്. 3 മിനിറ്റ് ടൈം ഫ്രെയിം യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. നമുക്ക് നല്ല രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റികൾ കിട്ടും. 3 മിനിറ്റ് യൂസ് ചെയ്യാം, ഈവൻ 5 മിനിറ്റ് പോലും നമുക്ക് യൂസ് ചെയ്യാം, രണ്ടും ഓക്കെയാണ്. ബട്ട് കുറച്ചുകൂടി നമുക്ക് പാറ്റേൺസ് 3 മിനിറ്റ് വരുന്ന സമയത്ത് കുറച്ചധികം പാറ്റേൺസ് ഒക്കെ നമുക്ക് അവിടെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പം നമുക്കിത് ഹെൽപ്ഫുള്ളാണ്. ഈവൻ റിസ്ക് റിവാർഡ് കിട്ടാൻ വേണ്ടിയിട്ട് 3 മിനിറ്റ് വളരെ ഹെൽപ്ഫുള്ളാണ്. ഓക്കെ, ദെൻ ഇതിനകത്ത് ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട് ചോദിച്ചെങ്കിൽ ഇതൊരു ഓപ്ഷൻ ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം, യൂസ് ചെയ്യാതിരിക്കാം. അത് ഡിപ്പെൻഡ് ഓൺ യുവർ ഇമോഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ സെറ്റിങ്സ് അനുസരിച്ച്. ഇപ്പം ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു സെറ്റപ്പിൽ യാതൊരു ഇൻഡിക്കേറ്ററിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ്. ദെൻ ഇത് എവിടെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാം, ബാങ്ക് നിഫ്റ്റി യൂസ് ചെയ്യാം, ഫിൻ നിഫ്റ്റി, നിഫ്റ്റി യൂസ് ചെയ്യാം, ഓർ എനി അതർ ഹൈ ലിക്വിഡിറ്റി സ്ക്രിപ്റ്റ്. ഹൈലി ലിക്വിഡേറ്റഡ് ആയിട്ടുള്ള ഏത് സ്ക്രിപ്റ്റിൽ നമുക്ക് യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ക്രൂഡ് ഓയിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ക്രിപ്റ്റോ യൂസ് ചെയ്യാം, ഫോറക്സ് യൂസ് ചെയ്യാം, സ്റ്റോക്സ് യൂസ് ചെയ്യാം. ഓക്കെ, എവിടെ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. നല്ല ലിക്വിഡിറ്റി, നല്ല വോള്യൂമുള്ള സ്റ്റോക്കുകളിൽ അല്ലെങ്കിൽ സ്ക്രിപ്റ്റിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഈ സെറ്റപ്പ് വർക്ക് ചെയ്യും. ഓക്കെ, ഇനി എൻട്രി ആൻഡ് എക്സിറ്റ് സ്ട്രാറ്റജി. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എൻട്രി ആൻഡ് എക്സിറ്റ് സ്ട്രാറ്റജിയിലൂടെ വരുന്ന സമയത്ത് നമ്മൾ ടൈം ഫ്രെയിം യൂസ് ചെയ്തു. ഇനി ആ ഒരു ടൈം ഫ്രെയിമിൽ നമ്മളുടെ ഈ ഒരു പാറ്റേൺ 2 ക്യാൻഡിൽ പാറ്റേൺ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സോ ലുക്ക് ഫോർ സ്ട്രോങ് 2 ക്യാൻഡിൽ പാറ്റേൺ അറ്റ് കീ ലെവൽസ്. ഇപ്പോൾ ഞാനിവിടെ ഒരു കാര്യം കൂടി എക്സ്ട്രാ ചേർത്തിട്ടുണ്ട്, അറ്റ് കീ ലെവൽസ്. കീ ലെവൽസ് മീൻസ് ഹൈലി ലിക്വിഡേറ്റ് ആയിട്ടുള്ള ലെവൽസ്, അതായത് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കീ ലെവലാണ്. സപ്ലൈ ആൻഡ് ഡിമാൻഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കീ ലെവലാണ്. സൈക്കോളജിക്കൽ നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കീ ലെവലാണ്. ദെൻ എക്സെട്ര CPR, പിന്നെ ഏറ്റവും മാർക്കറ്റ് പ്രൊഫൈൽ, ഓർഡർ ഫ്ലോ, വട്ടെവർ നമ്മൾ യൂസ് ചെയ്യുന്ന ലെവൽസ് ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ കീ ലെവൽസ് ആണ്. അപ്പം ഈ ഒരു ക്യാൻഡിൽ ഫോർമേഷൻ കീ ലെവലിലാണോ ഫോർമേഷൻ നടക്കുന്നതെന്ന് നമ്മൾ ചെക്ക് ചെയ്യുക. അല്ലെങ്കിൽ അവിടെ ആണ് ഫോർമേഷൻ നടക്കുന്നതെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള 2 ക്യാൻഡിൽ പാറ്റേൺ. അപ്പോൾ അത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. നെക്സ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞിട്ട് മാർക്ക് ദ ഹൈ ആൻഡ് ലോ ഓഫ് 2 ക്യാൻഡിൽ പാറ്റേൺ. അപ്പോൾ നമ്മൾ 2 ക്യാൻഡിൽ പാറ്റേൺ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഹൈ പോയിന്റ് മാർക്ക് ചെയ്യുക, അതിൻ്റെ ലോ പോയിന്റ് മാർക്ക് ചെയ്യുക. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ്, റൈറ്റ്, നമ്മളത് മാർക്ക് ചെയ്തു, ഹൈ പോയിന്റും ലോ പോയിന്റും മാർക്ക് ചെയ്തു. ഇനി ഒരു ബുള്ളിഷ് ബ്രേക്കൗട്ട് ആണ് നടക്കുന്നതെങ്കിൽ, എൻട്രി പോയിന്റ്സ് ഓൺ ബുള്ളിഷ് ബ്രേക്കൗട്ട്, ഒരു ബുള്ളിഷ് ബ്രേക്കൗട്ട് ആണ് നടക്കുന്നതെങ്കിൽ എൻ്റർ ലോങ് പൊസിഷൻ when the candle closes above the high of the 2 candle pattern. അതായത് നമ്മൾ 2 ക്യാൻഡിൽ പാറ്റേൺ ഐഡൻറ്റിഫൈ ചെയ്തു, പിന്നീട് എപ്പോഴാണോ ഒരു ബ്രേക്കൗട്ട് നടന്ന ഒരു ക്യാൻഡിൽ അതിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്യുന്നതെങ്കിൽ അവിടെ നമ്മൾ ലോങ് എൻട്രി എടുക്കാം, അതായത് ബൈ എൻട്രി നമുക്ക് കൺസിഡർ ചെയ്യാം. റൈറ്റ്, അതായത് ഈ ഫിഗറിൽ കാണുന്ന പോലെ തന്നെ ഒരു ഹൈ എപ്പോഴാണ് ബ്രേക്കൗട്ട് ചെയ്തൊരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്താണ് ഇവിടെ നിന്നൊരു ബൈ എൻട്രി നമുക്ക് കൺസിഡർ ചെയ്യാം. സ്റ്റോപ്പ് ലോസ് എവിടെയാണ് വെക്കേണ്ടത്? ബിലോ ദ ലോ ഓഫ് ദ 2 ക്യാൻഡിൽ പാറ്റേൺ. ഈ ഒരു ലോ പോയിന്റിൽ, അതായത് എവിടെയാണോ 2 ക്യാൻഡിൽ പാറ്റേൺ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തത് അതിൻ്റെ ലോ പോയിന്റിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യുക. ഇതാണ് ബുള്ളിഷ് ബ്രേക്കൗട്ടിൽ നടക്കുന്ന എൻട്രി പോയിന്റ്, എൻട്രി ആൻഡ് സ്റ്റോപ്പ് ലോസ്. ഇനി ഒരു ബിയറിഷ് ബ്രേക്കൗട്ടിലാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ്. ഇപ്പോൾ ഒരു ബിയറിഷ് ബ്രേക്ക് ഡൗൺ നടക്കുവാണെങ്കിൽ ഈ ഒരു ലോ പോയിന്റ് എപ്പോഴാണോ ബ്രേക്ക് ഡൗൺ നടത്തിയ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്നത് ആ ഒരു ലെവലിൽ നമുക്ക് എന്താണ് ഒരു സെൽ എൻട്രി നമുക്ക് കൺസിഡർ ചെയ്യാം. സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത് ഈ ഒരു ലെവലിൻ്റെ ഹൈ പോയിന്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ലോജിക്ക് എന്താണ്? ആദ്യം ഒരു ഫൈറ്റ് ഇവിടെ നടന്നു, ഫൈറ്റ് നടന്ന് ആരാണ് വിൻ ചെയ്തത് എന്ന് മനസ്സിലാക്കിയത് നെക്സ്റ്റ് ക്യാൻഡിലാണ്. അതായത് ഇതിൻ്റെ ഹൈ അല്ലെങ്കിൽ ലോ ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് പറയാൻ പറ്റും ബിയർ ആണ് വിൻ ചെയ്തിരിക്കുന്നത്, അല്ലേ? ലോജിക്ക് നമ്മൾ പഠിച്ചതാണ്, ബിയർ ആണ് വിൻ ചെയ്തിരിക്കുന്നത്. ദെൻ ഒരു ബുള്ളിഷ് ബ്രേക്കൗട്ട് ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ബുൾ ഇവിടെ വിൻ ചെയ്തിരിക്കുന്നു ആ ഫൈറ്റിൽ. അപ്പോൾ എന്താണ്, ആരാണോ വിൻ ചെയ്തത് അതിനനുസരിച്ചിട്ടുള്ള ട്രേഡുകൾ നമ്മൾ എടുക്കുന്നു. വളരെ സിമ്പിളായിട്ടുള്ള ഒരു സെറ്റപ്പ്. ഓക്കെ,
ദെൻ ഇതിൻ്റെ എക്സിറ്റ് സ്ട്രാറ്റജിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ട്രേഡ് എടുക്കുക എന്നുള്ളത് എല്ലാവർക്കും പറ്റാവുന്ന ഒരു കാര്യമാണ്. ബട്ട് എക്സിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ഒന്നുകിൽ നമുക്ക് ഫിക്സ്ഡ് ആയിട്ടുള്ള പ്രോഫിറ്റ് ടാർഗറ്റ് സെറ്റ് ചെയ്യാം 1:2 അല്ലെ, ആസ് പെർ റിസ്ക് റിവാർഡ് അനുസരിച്ച് 1:2 റിസ്ക് ചെയ്യാം, അല്ലെങ്കിൽ 1:3 ചെയ്യാം, അല്ലെങ്കിൽ 1:1.5 എന്ന രീതിയിൽ നമുക്ക് റിസ്ക് സെറ്റ് ചെയ്യാം. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഓവറോൾ ആ ഒരു റിസ്ക് റിവാർഡ് ഫോളോ ചെയ്യുന്ന സമയത്ത് ഓവറോൾ നമുക്ക് പ്രോഫിറ്റബിൾ ആകും. ഓക്കെ, ദെൻ രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രേഡിംഗ് സ്റ്റോപ്പ് ലോസ്. ഓക്കെ, ടു ലോക്ക് ഇൻ പ്രോഫിറ്റ്. അതായത് ഇപ്പോൾ നമ്മളൊരു ട്രേഡ് എടുത്തു കഴിഞ്ഞ് മാർക്കറ്റ് മൂവ്മെൻറ്റ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് കുറച്ച് മുകളിലോട്ട് കയറ്റി വെക്കാം. അങ്ങനെ നമുക്ക് ഓരോ മൂവ്മെൻറ്റ് വരുന്ന സമയത്ത് നമുക്ക് എന്താണ് മാർക്കറ്റിൽ അതിനനുസരിച്ച് സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്ത് ബിഗർ പ്രോഫിറ്റിലോട്ട് വരാം, അല്ലെങ്കിൽ പ്രോഫിറ്റ് ലോക്ക് ചെയ്ത് നമുക്ക് ഈ 2 ടൈപ്പ് ഓഫ് എക്സിറ്റ് സ്ട്രാറ്റജി നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ നിങ്ങളോട് സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഒന്നും ഫിക്സ്ഡ് ചെയ്യാം. ഫിക്സ്ഡ് ചെയ്യുന്നതാണ് കുറച്ചുകൂടി നല്ലത്. ഒരു 1:2 അല്ലെങ്കിൽ 1:2 എന്ന രീതിയിൽ തന്നെ ഫോക്കസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. എല്ലാ ട്രേഡുകളും 1:2 തന്നെ ഫോക്കസ് ചെയ്യുക. ഓക്കെ, പിന്നെ ചില സിറ്റുവേഷനിൽ നമുക്ക് ചില ന്യൂസ് ബേസ്ഡോ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് അത്രയും കൺവിക്ഷൻ വരുന്ന സമയങ്ങളിൽ മാത്രം നിങ്ങൾക്ക് എന്താണ് സ്റ്റോപ്പ് ലോസ് യൂസ് ചെയ്തിട്ട് ട്രെയിൽ ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, ഇനി അല്ലാതെ അതല്ലെങ്കിൽ നമുക്ക് പാർഷ്യലി പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ട് നമുക്ക് ആ ഒരു സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ 2 എണ്ണമാണ് ഞാൻ നിങ്ങളോട് സജസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കിനി കുറച്ച് എക്സാമ്പിൾ നോക്കാം. അതിനു മുൻപ് നമുക്ക് വേണമെങ്കിൽ അഡീഷണൽ ഫിൽട്ടർ, ഓക്കെ, കുറച്ചുകൂടി അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ, അതായത് വോളിയം കൺഫർമേഷൻ. ഓക്കെ, നിങ്ങൾക്ക് ആ ഒരു ബ്രേക്ക്ഔട്ട് നടക്കുന്ന സമയത്ത് വോളിയം കൂടി ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഒരു അഡീഷണൽ കൺഫർമേഷൻ നമുക്ക് അവിടെ കിട്ടും. ആൻഡ് മാർക്കറ്റ് കണ്ടീഷൻ, സോ കൺസിഡർ ദ ഓവറോൾ മാർക്കറ്റ് ട്രെൻഡ്, സോ അവോയ്ഡ് ഹൈ വോളാറ്റൽ ഇവൻറ്റ്സ്. ഓവറോൾ മാർക്കറ്റ് ട്രെൻഡിനനുസരിച്ച് ട്രേഡ് എടുക്കുക. ദെൻ ഹൈ വോളാറ്റൽ ന്യൂസ് ഇവൻറ്റിലൊക്കെ അവോയ്ഡ് ചെയ്യുക. ഈവൻ ഇലക്ഷൻ റിസൾട്ട് അല്ലെങ്കിൽ ബഡ്ജറ്റ് വരുന്ന ദിവസങ്ങളിലൊക്കെ ഇതുപോലുള്ള സ്ട്രാറ്റജികൾ അവോയ്ഡ് ചെയ്യുക. ഓക്കെ, നമുക്ക് കുറച്ച് എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഓക്കെ, സോ ഇവിടെ ഞാൻ ബാങ്ക് നിഫ്റ്റിയുടെ 3 മിനിറ്റ് ചാർട്ട് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. മാർക്കറ്റ് മൂവ്മെൻറ്റ് നടത്തി, ദെൻ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് ഒരു ഡൗൺ സൈഡ് മൂവ്മെൻറ്റ് നടത്തി, നിങ്ങൾക്കിവിടെ കാണാം. ദെൻ ഒരു റെഡ് ക്യാൻഡിൽ ഫോർമേഷൻ അവിടെ നടത്തിയിട്ടുണ്ട്. ദാറ്റ് മീൻസ് സെല്ലേഴ്സ് ആണ് കൺട്രോളിൽ എന്ന് നമുക്ക് പറയാം. സെല്ലേഴ്സ് ആണ് അവിടെ ഉള്ളത്. അത് ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞ് നെക്സ്റ്റ് ക്യാൻഡിൽ നോക്കുവാണെങ്കിൽ വളരെ പവർഫുൾ ബോഡി ആയിട്ടുള്ളൊരു ഗ്രീൻ ക്യാൻഡിൽ. സോ ദാറ്റ് മീൻസ് ആ ഒരു ഗ്രീൻ ക്യാൻഡിൽ ആരാണുള്ളത്? ബയ്യേഴ്സ് ഉണ്ടെന്ന് പറയാം. അപ്പോൾ അവിടെ ചെറിയൊരു ഫൈറ്റ് നടന്നിട്ടുണ്ട് നമുക്ക് പറയാം. മാർക്കറ്റിലൊരു ബീറിഷ് മൂവ്മെൻറ്റ് നടത്തി, ദെൻ സെല്ലേഴ്സും ചെറിയൊരു കൺഫ്യൂഷൻ വന്ന് തുടങ്ങിയിട്ടുണ്ട് നെക്സ്റ്റ് ക്യാൻഡിൽ, കാരണം ബയ്യേഴ്സ് വന്ന് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. നെക്സ്റ്റ് ക്യാൻഡിൽ നോക്കുവാണെങ്കിൽ വീണ്ടും ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോർമേഷൻ നടത്തി, അതിൻ്റെ അപ്പുറത്തെ ക്യാൻഡിൽ നോക്കുവാണെങ്കിൽ ബ്രേക്ക്ഔട്ട് നടത്തിയായിട്ട് കാണാം. ഈ ഒരു ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ ഹൈ പോയിന്റ്, അതായത് 2 ക്യാൻഡിൽ പാറ്റേണിൻ്റെ ഹൈ ലെവൽ ബ്രേക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് പറയാം ബുൾസ് ആണ് അവിടെ വിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്താണ്, നമുക്ക് ആ ഒരു ലെവലിൽ ആ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഒരു എൻട്രി നമുക്ക് എടുക്കാം. സ്റ്റോപ്പ് ലോസ് ഈ ഒരു ലോ പോയിൻ്റ് താഴെ നമുക്ക് സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യാം, റൈറ്റ്. ദെൻ ടാർഗറ്റ് നമുക്ക് നെക്സ്റ്റ് 1:2 എന്ന രീതിയിലോ അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്ത് നോക്കാം. ആൻഡ് അറ്റ് ദ സെയിം ടൈമിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എവിടെയാണോ ഫോർമേഷൻ നടക്കുന്നത് കൂടി നമ്മൾ ചെക്ക് ചെയ്യാം. ആ ഒരു ലെവൽ ഒരു കീ ലെവലാണെങ്കിൽ നമ്മുടെ സ്ട്രാറ്റജി സക്സസ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുവാണെങ്കിൽ ഇവിടെ 52,000 ലെവൽ നമുക്കിവിടെ കാണാം. അതൊരു സൈക്കോളജിക്കൽ ലെവലാണ് അല്ലേ, ഒരു സൈക്കോളജിക്കൽ ലെവലാണ്. എക്സാക്ട്ലി ആ ഒരു ലെവലിലാണ് ആ ഒരു ഫോർമേഷൻ അവിടെ നടത്തിയിരിക്കുന്നത്. സോ ദാറ്റ് മീൻസ് അങ്ങനെ ഒരു നല്ലൊരു കീ ലെവലിൽ ഇങ്ങനെ ഒരു ക്യാൻഡിലൊക്കെ ഫോർമേഷൻ വരുന്ന സമയത്ത് നമുക്ക് ഏകദേശം ഉറപ്പിക്കാൻ പറ്റും അല്ലേ, സെല്ലേഴ്സിനെക്കാട്ടും കൂടുതൽ ബയ്യേഴ്സ് വരാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളതും, അല്ലെങ്കിൽ ആ ഒരു ഫൈറ്റിൽ ബയ്യേഴ്സ് വിൻ ചെയ്യാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളൊരു ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ എത്തും, അല്ലെങ്കിൽ അങ്ങനെ ഒരു കൺവിഷനിൽ നമ്മൾ എത്തും. അപ്പം ആ ഒരു ട്രേഡ് നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള എൻട്രി പോയിന്റ് നമുക്ക് അവിടെ എടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ നെക്സ്റ്റ് ഇവിടെ ഒരു എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് മുൻപുണ്ടായ സെയിം തന്നെയാണ് ബാങ്ക് നിഫ്റ്റി ചാർട്ട് 3 മിനിറ്റ് ടൈം ഫ്രെയിം. സോ ഇതൊരു റെസിസ്റ്റൻസ് സോണാണ് 3 മിനിറ്റിലുള്ളത്. മൾട്ടിപ്പിൾ ടൈംസ് അവിടെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അവിടെ ഒരു സെല്ലിംഗ് നടന്നിട്ടുണ്ട്. സോ നെക്സ്റ്റ് ഡേ ഗ്യാപ്പ് അപ്പ് ആയിട്ട് ഓപ്പൺ ചെയ്ത് താഴോട്ട് വന്നു. ദെൻ അഗെയിൻ വീണ്ടും ബ്രേക്ക്ഔട്ട് നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഇതൊരു റെസിസ്റ്റൻസ് സോൺ എന്നുള്ളത് മാറി അതൊരു സപ്പോർട്ട് സോണായിട്ട് മാറും. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലേ. റെസിസ്റ്റൻസ് സോണിൻ്റെ മുകളിലോട്ട് പ്രൈസ് പോകുകയാണെങ്കിൽ അതിപ്പോഴും ഒരു സപ്പോർട്ട് സോണാണ്. പിന്നെ എക്സാക്ട്ലി ആ ഒരു സപ്പോർട്ടിൽ എന്ന സോണിൽ നമുക്കിവിടെ കാണാൻ പറ്റും ഒരു 2 ക്യാൻഡിൽ ഫോർമേഷൻ അവിടെ നടത്തിയിരിക്കുന്നത് കാണാം അല്ലേ. ഈ ഒരു ക്യാൻഡിൽ നോക്കുവാണെങ്കിൽ ആദ്യം ഒരു റെഡ് ക്യാൻഡിൽ ആൻഡ് ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ഗ്രീൻ ക്യാൻഡിൽ വന്നിട്ടുണ്ട്. സോ സെല്ലേഴ്സ് വിചാരിച്ചത് താഴോട്ട് പോകുന്നുള്ള എന്ന രീതിയിൽ സെല്ലിംഗ് പൊസിഷൻ എടുത്തു, ബട്ട് ബയ്യേഴ്സ് കൺട്രോൾ ചെയ്തു. ദെൻ നെക്സ്റ്റ് ക്യാൻഡിൽ ബയ്യേഴ്സ് അവിടെ വിൻ ചെയ്തു എന്ന് പറയാം. അപ്പോൾ എന്താണ്, നമുക്ക് ആ ഒരു ട്രേഡ് നമുക്ക് കൺസിഡർ ചെയ്യാം. സ്റ്റോപ്പ് ലോസ് ഇതിൻ്റെ താഴെ വെക്കാം. മിനിമം 1:2 എന്തായാലും നമുക്ക് അവിടെ കിട്ടും. ഇല്ലെങ്കിൽ നമ്മുടെ പ്രോഫിറ്റ് ലോക്ക് ചെയ്തിട്ട് ട്രെയിലിംഗ് സ്റ്റോപ്പിൽ ചെയ്യുവാണെങ്കിൽ നമുക്ക് വലിയ പ്രോഫിറ്റ് നമുക്കിവിടെ ബുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ട്രെയിലിംഗ് സ്റ്റോപ്പിൽ എപ്പോഴും മാർക്കറ്റിൻ്റെ കണ്ടീഷൻ അനുസരിച്ചിട്ട് മാത്രം ട്രേഡുകൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, ദെൻ ഇവിടെയും വേറൊരു എക്സാമ്പിൾ കാണാം. ഇതും ഒരു റെസിസ്റ്റൻസ് സോണാണ് ബാങ്ക് നിഫ്റ്റിയിലുള്ളത്. സോ ഇവിടെ നമുക്ക് ഒരു ബ്രേക്ക്ഔട്ട് അവിടെ നടത്തിയിട്ടുണ്ട്.
ഒരു ബ്രേക്ക് ഔട്ട് നടത്തി. നമുക്കിവിടെ കാണാം റെസിസ്റ്റൻസ് സോണിൽ ഒരു ബ്രേക്ക് ഔട്ട് നടത്തിയിട്ടുണ്ട്. സോ ബ്രേക്ക് ഔട്ട് നടത്തിയ ഉടനെ തന്നെ ഒരു റെഡ് ക്യാൻഡിൽ വന്നു. സോ ദാറ്റ് മീൻസ് അതിൻ്റെ സൈക്കോളജി നമ്മൾ ഓർത്തിരിക്കുക. ഗ്രീൻ ക്യാൻഡിൽ വന്നത് ബയേഴ്സ് ഉള്ളതുകൊണ്ടാണ്. ബട്ട് നെക്സ്റ്റ് തന്നെ ഒരു റെഡ് ക്യാൻഡിൽ വന്ന സമയത്ത് സെല്ലേഴ്സ് ആക്റ്റീവായി, അല്ലെങ്കിൽ ഇവിടുന്ന് ബൈ ചെയ്ത ആൾക്കാർ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുമെന്ന് പറയാം. സോ അവിടെ ഒരു ഒരു 2 ക്യാൻഡിൽ പാറ്റേൺ ഫോർമേഷൻ നടത്തി. ദെൻ അതിൻ്റെ ലോ ബ്രേക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ കാണാം ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സെല്ലിങ് കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ ബ്രേക്ക് ഔട്ടിൽ ഇതുപോലുള്ള ക്യാൻഡിൽ ഫോർമേഷൻ വരുവാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഫാൾസ് ബ്രേക്ക് ഔട്ടുകൾ ഐഡൻറ്റിഫൈ ചെയ്യാം. ആൻഡ് ഈവൻ ഇതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ എന്താണ് നമുക്കറിയാം, വീണ്ടും ഫർദർ അപ്സൈഡ് മൂവ്മെൻറ്റ് പോകുന്നുള്ള ഒരു ഐഡിയ ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഡിസിഷൻ നമുക്ക് അവിടെ എടുക്കാൻ വേണ്ടി പറ്റും. മനസ്സിലായില്ലേ? അപ്പം ഇത് ഞാനിപ്പം 3 എക്സാമ്പിൾ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. അപ്പം നിങ്ങൾ പഴയ ചാർട്ടുകൾ എടുത്തിട്ട് ഒരു ബാങ്ക് നിഫ്റ്റിയോ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള സ്ക്രിപ്റ്റ് എടുത്തിട്ട് പഴയ ചാർട്ടുകൾ ഒരു 2-3 വർഷത്തെ ചാർട്ടുകൾ എടുത്ത് നോക്കുക, അനലൈസ് ചെയ്യുക, അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിരിക്കുക. ഡെഫിനറ്റ്ലി അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, സോ ഇതാണ് സിമ്പിളായിട്ടുള്ള 2 ക്യാൻഡിൽ പാറ്റേൺ ബ്രേക്ക് ഔട്ട് സ്ട്രാറ്റജി. സോ ഇത് നിങ്ങൾ മാസ്റ്റർ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ എപ്പോഴും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ഡെമോ അക്കൗണ്ട് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ പേപ്പർ ട്രേഡ് ചെയ്യുന്ന രീതിയിൽ ചെയ്തിട്ട് മാർക്ക് ചെയ്തിട്ട് ലൈവ് മാർക്കറ്റിൽ വർക്ക് ചെയ്തിട്ട് നോക്കാം. അങ്ങനെയാണ് നമ്മൾ കോൺഫിഡൻറ്റ് കൂട്ടേണ്ടത്. ഓക്കെ, അല്ലാതെ ആദ്യം തന്നെ നാളെ ഇന്ന് മല്ലു ട്രേഡർ പറഞ്ഞു അപ്പോൾ നാളെ 1 ലക്ഷം രൂപ ഇടാന്ന് പറഞ്ഞിട്ട് പോകരുത്. നിങ്ങൾ ആദ്യം ഡെമോ അക്കൗണ്ടിൽ അറ്റ്ലീസ്റ്റ് ഒന്ന് കോൺഫിഡൻറ്റ് ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അല്ലേ, നമ്മൾ കോൺഫിഡൻറ്റ് ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ദെൻ കൺസിസ്റ്റൻസി, സ്റ്റിക്ക് ടു സ്ട്രാറ്റജി സ്ട്രാറ്റജി കറക്റ്റായിട്ട്, അല്ലെങ്കിൽ റൂൾസ് കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എൻട്രി റൂൾ ആണെങ്കിലും ശരി, എക്സിറ്റ് റൂൾ ആണെങ്കിൽ ശരി. ബാക്ക് ടെസ്റ്റ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടെസ്റ്റ് ഓൺ ഹിസ്റ്റോറിക്കൽ ഡാറ്റ ടു അണ്ടർസ്റ്റാൻഡ് അതിൻ്റെ എഫക്റ്റീവ്നെസ്. ഡെഫിനറ്റ്ലി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഹിസ്റ്റോറിക്കൽ ഡാറ്റ നോക്കിയിട്ട് നമ്മൾ അതിൻ്റെ സ്ട്രാറ്റജി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതും, ഏതൊക്കെ കീ ലെവലാണ് ഇമ്പോർട്ടൻ്റ് ഉള്ളതും, എങ്ങനെയാണ് ആ ഒരു സ്ട്രാറ്റജി. അല്ലേ, ഇപ്പോൾ നമുക്ക് എല്ലാ സ്ട്രാറ്റജിയിലും 100% മാത്രമല്ല, അതിൽ ലോസും വരും. അപ്പോൾ എങ്ങനെയാണ് ലോസ് വരുന്ന സിറ്റുവേഷനിൽ എങ്ങനെയാണ് ലോസ് ഉണ്ടായത്, അവിടെ ഉണ്ടായ സൈക്കോളജി എന്താണ്, ആൻഡ് ഏതൊക്കെ സിറ്റുവേഷനിൽ നമുക്ക് പ്രോഫിറ്റ് സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്ത് ബിഗർ പ്രോഫിറ്റിലോട്ട് പോകാം എന്നതൊക്കെ നമ്മൾ അനലൈസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഡെമോ അക്കൗണ്ടിൽ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക, കോൺഫിഡൻറ്റ് ബിൽഡപ്പ് ചെയ്യുക, ദെൻ ചെറിയ എമൗണ്ട് വന്നിട്ട് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, സോ അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി എല്ലാവർക്കും ഹെൽപ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. സോ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. സോ ബൈ ബൈ, താങ്ക് യു.